ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് യൂട്യൂബിൻ്റെ കമൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം യൂട്യൂബിൽ കമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു വീഡിയോ ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് കമൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. നമ്മൾ മലയാളികൾ പൊതുവേ നമുക്ക് വീഡിയോ ഇഷ്ടമായ പോലും അധിക പേരും കമൻറ്റ് ചെയ്യാറില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കമൻറ്റ് ചെയ്യാറുള്ളൂ. പിന്നെ വീഡിയോയിൽ വല്ല മിസ്റ്റേക്കുകളും വന്നു കഴിഞ്ഞാൽ 100 ആൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ 90 ആളും കമൻറ്റ് ചെയ്തിട്ട് പോകും. അങ്ങനെയുണ്ട് ഗുണങ്ങൾ. ഓക്കെ, അപ്പോൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും വീഡിയോയിൽ കമൻറ്റ് കൂടുന്നത് നമുക്ക് ഉപകാരം തന്നെയാണ്. അതുകൊണ്ട് പല യൂട്യൂബർമാരും അറിഞ്ഞുകൊണ്ടും പല കാര്യങ്ങളും തെറ്റിച്ച് പറയാറുണ്ട് വീഡിയോയിൽ, കാരണം ഈ കമൻറ്റിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ രീതിയിൽ നല്ല കമൻറ്റ് ചെയ്യുന്ന വളരെ നല്ല മനസ്സിലുള്ള കുറച്ച് ആൾക്കാർ മാത്രം വീഡിയോ ലൈക്ക് അടിച്ചിട്ട് ഒരു കമൻറ്റ് ഹായ്ന്നോ ഓക്കേന്നോ ഗുഡെന്നോ ഒരു ലവിൻ്റെ ചിഹ്നോ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് പോകാറുണ്ട്. അധിക പേരും വീഡിയോ കാണും. അവർക്ക് അത്രത്തോളം ഒരു പെട്ട് കിടക്കുന്ന സിറ്റുവേഷനിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ താങ്ക് യു ബ്രോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്തിട്ട് പോകും. അല്ലാതെ സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന ചില ആൾക്കാരുണ്ട്. അവർ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ താഴെ എന്തെങ്കിലുമായിട്ട് കുറിച്ചിട്ട് പോകും. അത് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വളരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ 3-4 ഓപ്ഷൻസുകൾ നമുക്ക് ലഭിക്കും. അതായത് യൂട്യൂബർമാർക്ക് ലഭിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലിങ്കുകളെ സ്പാം ചെയ്ത് വരുന്ന ലിങ്കുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നില്ല. അതായത് ലിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എന്തെങ്കിലും ഒരു പേരിൻ്റെ കൂടെ ഒരു ഡോട്ട് വിത്ത് ഒരു എക്സ്റ്റൻഷൻ. ഇപ്പം google.com. ഓക്കെ, ഈ google.com എന്നുള്ളത് ഗൂഗിൾ സ്പേസിലാണ്ട് ഡോട്ട് ഇട്ട് കോം ഇട്ട് കഴിഞ്ഞാൽ google.com ആയി, അതൊരു ലിങ്കായി. അപ്പം അത്തരത്തിൽ വരുന്ന എല്ലാ വാക്കുകളും എന്താണ്, ലിങ്കായിട്ട് മാത്രമേ ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് അൽഗോരിതം കാണുന്നുള്ളൂ. അപ്പം നമ്മൾ ലിങ്ക് പ്രൊട്ടക്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ വാക്കുകളിൽ, നിങ്ങളുടെ കമൻറ്റുകളിൽ എന്തെങ്കിലും ഒരു കാര്യം ഇത് പറഞ്ഞ ഒരു വാക്ക് ഡോട്ട് വിത്ത് ഒരു എക്സ്റ്റൻഷൻ വന്നു കഴിഞ്ഞാൽ, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്തും ആയിക്കോട്ടെ, അത് .com ആയിക്കോട്ടെ, .in ആയിക്കോട്ടെ, .org ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറുത് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, അത് ലിങ്കായിട്ട് കാണും. ആ കമൻറ്റ് യൂട്യൂബ് കാണിക്കില്ല. നേരെ മറിച്ച് ചില ചാനലുകളിൽ ലിങ്ക് അപ്രൂവ്ഡ് ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ള ചാനലുകൾ നിങ്ങൾ ഇതിട്ട് കഴിഞ്ഞാൽ ആ ലിങ്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ശ്രദ്ധിച്ച് കാണാം, ആ പേര് വിത്ത് കമൻറ്റ് വരും. അപ്പം ചില ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ കമൻറ്റിൽ ചില ആൾക്കാർ കോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു. കമൻറ്റ് ഡിലീറ്റ് ചെയ്തതല്ല, ഈ പറയുന്നത് പോലെ. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ ഒരു കമൻറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞ ആ കാര്യം ശരിയല്ല എന്നുള്ളത് ഒരാൾ ടൈപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയല്ല എന്നുള്ളതിൽ പറഞ്ഞ കാര്യം എന്നത് കഴിഞ്ഞൊരു ഡോട്ട് വന്നു, ശരിയല്ല എന്നുള്ളതും അതിൻ്റെ അപ്പുറം തന്നെ വന്നു കഴിഞ്ഞാൽ അത് ഈ ഗൂഗിൾ അല്ലെങ്കിൽ ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം അതെന്തായിട്ട് കാണും, അതൊരു ലിങ്കായിട്ട് കണ്ടിട്ട് സ്പാം പോകും. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട കാര്യം, ഒരു കാര്യം പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെങ്കിൽ ആ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ടിട്ട് മാത്രം എന്ത് ചെയ്യാം, അതൊരു അടുത്ത വാക്ക് കമൻറ്റ് ചെയ്യാം. ചില ആൾക്കാർ പലർക്കും പല രീതിയിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ചില ആൾക്കാരാണെങ്കിൽ ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, ചില ആൾക്കാർ ഫുള്ള് സ്മോൾ ആയിരിക്കും, ചില ആൾക്കാർ ഓരോ വാക്കുകൾ കഴിഞ്ഞിട്ടും ഈ ഡോട്ട് ഇട്ട് കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഓരോ വാക്കും കഴിഞ്ഞ് ഡോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ട് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ലിങ്കായിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ അധിക സോഫ്റ്റ്വെയറുകളിലും ഡബിൾ സ്പേസ് ടു ഫുൾ സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ഓട്ടോമാറ്റിക്കായി ചില അധികം എനേബിൾ ആയിട്ടാണ്. അതായത് നമ്മൾക്ക് ഒരു വാക്യം ടൈപ്പ് ചെയ്തിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ സ്പേസ് ബാർ കണ്ടിന്യൂസ് ആയിട്ട് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ, നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നില്ലേ, അതേ രീതിയിൽ 2 പ്രാവശ്യം സ്പേസ് ബാർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് വരും. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒപ്പം കൂടി വരാം. അതുകൊണ്ടാണ് ഈ കമൻറ്റുകൾ കാണാത്തത്, അല്ലാതെ നമ്മൾ പ്രത്യേകിച്ചിട്ട് റിമൂവ് ചെയ്യുന്നതല്ല. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് ചില വാക്കുകൾ അതിൽ ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പം പല ആൾക്കാരും പല മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, ഇപ്പം മോനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വാക്കുകളും പാപ്പി ഒക്കെ വെച്ച് വരുന്ന വാക്കുകളും ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾറെഡി യൂട്യൂബിൻ്റെ ഒരു സ്പാം ലിസ്റ്റ് ഉണ്ട്, നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ആ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു കമൻറ്റും വരില്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞത് മോനെ എന്നുള്ള വാക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് അതിൻ്റെ പിറകിലും മുമ്പിലൊക്കെ ആയിട്ട് വല്ല തെറിയും വെച്ച് വിളിക്കുന്ന വാക്കാണെങ്കിൽ പോലും ഈ മോനെ അതിലുള്ളത് കൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ മോനെ നിൻ്റെ വീട് നന്നായി എന്ന് ടൈപ്പ് ചെയ്താൽ പോലും ചിലപ്പോൾ അത് വരാൻ ചാൻസ് ഇല്ല. കാരണം ഈ മോൻ എന്നുള്ള വാക്ക് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതൊരു മോശം വാക്കായിട്ട് ചിലപ്പോൾ കാണും. ഇതെല്ലാ യൂട്യൂബ് ചാനലും ഉണ്ടാവണമെന്നില്ല. ആരൊക്കെയാണോ ഇത്തരം വാക്കുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർക്ക് മാത്രമേ ഈ ഒരു സംഭവം ബ്ലോക്കായി പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ചില കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാതിരിക്കുന്നത്, അല്ലാതെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതൊന്നുമല്ല. ഓക്കെ, പിന്നെ ചില സമയത്ത് നമ്മൾ യൂട്യൂബിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അത് യൂട്യൂബിൻ്റെ ഒരു ബഗ്ഗാണ്. ചില സമയത്ത് പെട്ടെന്ന് കാണും, ചില സമയത്ത് അത് ടൈം എടുക്കും. അപ്പം അത്രയും കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ റീസൺ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകാം. പിന്നെ ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്, അവർക്ക്
ഇഷ്ടം പോലെ നമ്മൾക്കൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ എത്രത്തോളം നല്ല വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പം ഒരു ചെറിയ കുട്ടി, ഒരു 3 വയസ്സുള്ള നല്ല കാണാൻ സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ കാണാൻ സൗന്ദര്യം ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഡാൻസ് കളിക്കുകയോ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തായും നെഗറ്റീവ് കമൻറ്റും ഡിസ്ലൈക്കും വരാം. അത് മനുഷ്യൻ സ്വതവേ എങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സമയവും അവരുടെ മൂഡും അതുപോലെ തന്നെ അവരുടെ ചിന്താഗതിയൊക്കെ അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് എൻ്റെ ചാനലിലാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് ആയാലും പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് കഴിഞ്ഞാലും യൂട്യൂബ് എപ്പോഴും നോക്കുന്നത് എന്താണ്, വീഡിയോയിൽ കമൻറ്റ് ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കുറച്ചുകൂടി ഭാവിയിലാണെങ്കിൽ എന്താ പറയുക, ഇപ്പം തന്നെ ഓൾറെഡി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾക്ക് ഓൾറെഡി ഒരു കമൻറ്റ് വന്ന് കിടക്കുകയാണ്, മലയാളം മംഗ്ലീഷായി ടൈപ്പ് ചെയ്ത കമൻറ്റിന് പോലും അതിന് താഴെ ഓട്ടോമാറ്റിക് റീപ്ലൈ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. കുറേ ചാനലുകൾ ഇവർ പരിശോധിച്ചിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസിന് ഇത്തരം റിപ്ലൈ ആണ് യൂട്യൂബേഴ്സ് കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള. ഇപ്പം എൻ്റെ ഫോണിൽ ഇത് വർക്കാവുന്നില്ല എന്നുള്ള ഒരാൾ കമൻറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ താഴെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കുകയാണ് ഏതാണ് മോഡൽ, അങ്ങനെ തന്നെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം പല ചാനലുകളിലും കമൻറ്റ് വായിച്ച് പഠിച്ചിട്ട് ദിനം ദിനം സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഭാവിയിലാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരികയാണെങ്കിൽ അത് വീഡിയോസിനെ ബാധിക്കുന്ന രീതിയിൽ മാറാൻ ചാൻസ് ഉണ്ട്. നിലവിലിപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല, കമൻറ്റുകൾ മാത്രമാണ് നോക്കുന്നത്. അതുപോലെ തന്നെ യൂട്യൂബ് പല സമയത്തും പല രീതിയിലാണ് വീഡിയോൻ്റെ അൽഗോരിതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് എത്ര വ്യൂസ് വരുന്നതിനെ കുറിച്ചിട്ടായിരുന്നു. പിന്നീട് വാച്ച് ടൈമായി, പിന്നീട് വാച്ച് ടൈമും വ്യൂവും കൂടാതെ തന്നെ എൻഗേജ്ഡ് ആവുന്നത്, ലൈക്സും കമൻസിൻ്റെയും കാര്യം നോക്കുന്നത്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു വീഡിയോ എങ്ങനെയാണ് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അത് പല സമയത്തും പല രീതിയിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.